ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ദൃശ്യ പത്രമാധ്യമങ്ങളോട് അറിയുകയും ഇന്ന് ശ്രീ യദുവിനെ ഞങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നത്. രാവിലെ മുതൽ അദ്ദേഹം വളരെയധികം തിരക്കിലായിരുന്നു. ഞങ്ങൾ സൊസൈറ്റി ഫോർ പീപ്പിൾസ് റൈറ്റ് അമ്മച്ചിക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്കറിയുള്ളൂ എൻ്റെ നെഞ്ചിനകത്ത് എന്ന് പറയുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയുടെ ചെയർമാനാണ് ഞാൻ. ഇത് ജനറൽ സെക്രട്ടറി, ഇത് ജില്ലാ സെക്രട്ടറി. ഇവരെ ഞാൻ എവിടെയോ, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരൻ കുടുംബം പുലർത്താൻ വേണ്ടി ഒരു ജീവിതമാർഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിയുന്ന അയാളെ കുടുംബത്തിനെ പട്ടിണിയിലാക്കുന്ന ഒരു മനുഷ്യാവകാശ ലംഘനം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. അതിനെന്ത് കാരണം ഇവിടെ സംഭവിച്ചത്? അതിനിതൊക്കെ കാരണങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? മനഃപൂർവമായ ഒരു തരം ഈഗോയിലൂടെ ഒരു ചെറുപ്പക്കാരൻ്റെ ജോലിയും തെറിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിനെ പട്ടിണിയിലിടുന്ന ഒരു തരം മനുഷ്യാവകാശ ലംഘനം തികച്ചും. ഇവിടെ കേസ് സ്വമേധ എടുക്കുന്നുണ്ട്. കേസ് ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മിസ്റ്റർ യദു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, തിരുവനന്തപുരത്തിൽ പ്രഗത്ഭരന്മാരായ, എൻ്റെ ഓർമ്മയിൽ സത്യകാമൻ നായർ മുതൽ CS നീലകണ്ഠൻ മുതൽ MB പത്മനാഭൻ അടക്കമുള്ള നിരവധി പ്രഗത്ഭരും രാഷ്ട്രീയ പ്രബുദ്ധതയുമുള്ള മേയർമാരുണ്ടായിരുന്ന അനന്തപുരിയാണിത്. അതുപോലെ തന്നെ ഒരു യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നൊരു നേതാവ്, ഒരു MLA. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഇവർക്ക് ജനസേവകരാകേണ്ടവരാണ്. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞു. ഒരു മേയറായാലും MLA ആയാലും പാർലമെന്ററി അവരുടെ കൃത്യനിർവഹണത്തിൽ ധാരാളം ജനസേവനം നടത്തേണ്ടവരാണ്. ഞങ്ങളിപ്പോൾ അറിയുന്ന ബസ്സിൽ നിന്ന് MLA നിർബന്ധപൂർവ്വം ജനങ്ങളെ ഇറക്കി വിട്ടു എന്നാണ്. ഇതിൽ പരം ഒരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടോ? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇതൊരു ധ്വംസനമല്ലേ? ഇത് മനുഷ്യന്റെ അവകാശത്തെ, അവന്റെ യാത്രാ സ്വാതന്ത്ര്യത്തെ കവർന്നെടുത്തുകൊണ്ട് പെരുവഴിയിൽ ഇറക്കി വിടുക. ദൃശ്യത്തിലൂടെ കണ്ടതുപോലെ ബസ് മുന്നിൽ കാറ് കൊണ്ട് കുറുകെ ഇട്ടുകൊണ്ട് അതില്ലെന്നൊക്കെയാണ് മേയറൊക്കെ പറയുന്നത്. ഒരു അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഒറ്റെണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. വെറുതെ അല്ല അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയണത്. ഒരു നമ്മുടെ നഗര പിതാവ് എന്നൊക്കെ പറയുന്നുള്ള നഗരമാതാവൊക്കെയാണ്. വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും വന്നതാണ്. ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടതാണ് ഒരു വളരെ ചെറുപ്പത്തിലൊരു മേയർ തിരുവനന്തപുരത്തിന് കിട്ടിയെന്നൊക്കെ. തികച്ചും ഇതൊരു മനുഷ്യാവകാശ ലംഘനവും ധ്വംസനവുമാണ്. ഇതിനെതിരെ മലയാളികൾ ഒന്നടങ്കം, കേരള സമൂഹം ഒന്നടങ്കം പ്രതികരിച്ചിരിക്കും. അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ഇത് ഒറ്റയ്ക്കല്ല, ആ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന് തികച്ചും തെറ്റായ നടപടിയാണ്. എത്രയും വേഗം അയാളെ ജോലിയിൽ പ്രവേശിപ്പിക്കണം. ഈ കാണാതായി എന്ന് പറയുന്ന തെളിവുകൾ കണ്ടെത്തണം. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. യദുവിനോടൊപ്പം ഏതറ്റം വരെ പോകാനും കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇപ്പൊ ഇറങ്ങിപ്പോയ ആ ദുശീല മുതലാളി ഉണ്ടല്ലോ, തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. ആളുകൾ ഒരു സമൂഹമായി തന്നെ ഉണ്ടാകും എന്നീ അവസരത്തിൽ പറയുക. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.